ബ്രിക്സ് രാജ്യങ്ങളുടെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസികളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ നീക്കവുമായി ഭാരതം. വ്യാപാര വിനോദസഞ്ചാര പേയ്മെന്റുകളും കൂടുതൽ സുഗമമാക്കാനുള്ള നിർദ്ദേശം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നോട്ടുവച്ചു. 2026 ഭാരതം ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ അജണ്ടയിൽ ഈ നിർദ്ദേശം ഉൾപ്പെടുത്തണമെന്നും RBI ശുപാർശ. എസ് ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ബ്രിക്സ് രാജ്യങ്ങളുടെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസികളെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള നീക്കം ഭാരതം നടത്തുമ്പോൾ അത് ഏതെല്ലാം കാര്യങ്ങളിലാണ് സാമ്പത്തിക ഇടപാടുകൾ സുഗമമാക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്? രോഹിണി, വ്യാപാര രംഗത്ത് അമേരിക്കൻ സമ്മർദ്ദം അതിജീവിക്കാനുള്ള തന്ത്രങ്ങളുടെ കൂടി ഭാഗമായാണ് ഇന്ത്യ ഈ നീക്കത്തിലേക്ക് വന്നിട്ടുള്ളത്. ബ്രിക്സ് രാജ്യങ്ങളുടെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസികളെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. വ്യാപാര വിനോദസഞ്ചാര പേയ്മെന്റുകളും മറ്റും കൂടുതൽ സുഗമമാക്കാനുള്ള നിർദ്ദേശം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2026 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ അജണ്ടയിൽ ഈ നിർദ്ദേശം ഉൾപ്പെടുത്താൻ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് RBIയുടെ ശുപാർശ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്ക് ഡിജിറ്റൽ കറൻസികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ഔദ്യോഗിക ശ്രമമായി ഇത് മാറും. അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഈ നീക്കം സഹായിക്കും എന്നാണ് വിലയിരുത്തൽ. ബ്രിക്സ് കൂട്ടായ്മയിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾക്കൊപ്പം UAE, ഇറാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ പുതിയ അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.